സമൂസ, പിന്നെ ഉഴുന്നുവട, പിന്നെ ചായ ഉണ്ട് കേട്ടോ. ചായയിൽ നമ്മൾ ഷുഗറൊക്കെ നമ്മൾ തന്നെ ആഡ് ചെയ്യണം, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ സോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പാലക്കാടിലെ ലുലു മാളിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ലുലു മാളിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയിട്ട് ഞാൻ സൗ, ലച്ചു, ധനം ഞങ്ങളെല്ലാവരും കൂടി ലുലു മാളിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ്. സൺഡേ നേരത്തെ കാലത്തെ വന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്കാനറൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കാണ്ട ഗൈസ്. അപ്പോൾ ലിഫ്റ്റില് ഞായറാഴ്ച അത് പാർക്കിങ്ങിൽ നിന്ന് വരികയാണ്. ഇന്ന് ഞങ്ങള് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ഫൈറ്റിംഗ് ഫിഷ് എന്നാ പറയുക സമയം, ഫൈറ്റർ ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. പിന്നെ 1-2 ഐസ്ക്രീം ട്രൈ ചെയ്യണം. നമുക്ക് 100 രൂപയ്ക്ക് ഉള്ളിൽ കിട്ടുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുമൊക്കെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ ഇനി ഹൈപ്പർ മാർക്കറ്റിന് അകത്തേക്ക് പോവാം. അവിടെയാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളതില്ല. ഫൈറ്റർ ഫിഷൊക്കെ അവിടെയല്ലേ സർ. പിന്നെ നേരെ മേലെ പോയി കഴിഞ്ഞാൽ ലുലു ഫാഷനാണ്. അവിടെ ആളുകളൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും സൗവും ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ധനവും ലച്ചും കൂടിയാണ് വന്നത്. അവളുടെ അമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ കാണാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ ലുലുവിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് വയസ്സായവർക്ക്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്ക്, കുട്ടികൾക്കൊക്കെ ഈ എക്സലേറ്ററിൽ കയറി മേലെ പോണത് ഒരു ഭയങ്കര വൈബാണ്, ഭയങ്കര ഇഷ്ടമാണെന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ കണ്ടതിട്ട് ഗൈസ്. എല്ലാവർക്കും ആദ്യം കയറാൻ ആദ്യമായിട്ട് കയറുന്നവരിൻ്റെ അവരിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ നമുക്കിത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല രസമാണ്. അപ്പോൾ ചിലവർക്ക് ഭയങ്കര പേടിയാണ്, എന്നാലും അവർ എങ്ങനെയെങ്കിലുമൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സൗവും ഇങ്ങനെ കയറി പോയിട്ട് വരാമെന്നും പറഞ്ഞ് സൗ മേലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അവൾക്കും ആദ്യം കയറാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കയറാൻ വേണ്ടി നിന്നാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് ആ സെക്യൂരിറ്റി ചേച്ചി പതുക്കെ അങ്ങോട്ട് കയറ്റി വിട്ടു. അങ്ങനെ അവൾ മേലേക്ക് പോയിരിക്കുകയാണ്. ഒരുപാട് പേര് ഇങ്ങനെ ഇത് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കയറാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അത് ഒരു പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേടി മാറിയിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും സൗ മേലെ പോയിട്ടുണ്ട്. ഇനി അവൾ തിരിച്ച് വന്നിട്ട് ഒന്നുകൂടെ എന്നെയും കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഞാനും കൂടി ഒന്ന് ഇതിൽ കയറിയിട്ടില്ല കേട്ടോ ഗൈസ്. ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെയുള്ള ഈ എസ്കലേറ്ററിൽ ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി സൗ വന്നിട്ട് ഒന്നുകൂടി ഞാനും കൂടി പോയിട്ട് നമുക്ക് മേലെ ഒന്ന് കാണാം ഗൈസ്. അപ്പോൾ ഇത് കണ്ടില്ല ഗൈസ്, ഈ ചെറിയ കുട്ടി കണ്ടോ, അവൾക്ക് പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി കുട്ടീനെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞത് അവളുടെ അനിയത്തി പതുക്കെ കയറ്റി വിട്ടിട്ട് ആ കുട്ടി പേടിച്ച് പോയി പെട്ടെന്ന്. പിന്നെ അവളുടെ കൂടെയുള്ളവരാരോ കയറി അങ്ങനെ പോയി. പിന്നെ അത് സെറ്റായിട്ട് അവളങ്ങനെ സ്റ്റെപ്പ് കയറി പോണ പോലെ ആ കുട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും സൗ അവിടെ നിന്ന് മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അവൾ മേലെ പോയിട്ട് എന്നെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കണ കണ്ടു. പിന്നെ അങ്ങനെ ഇതാ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. മേലെ നിന്ന് പതുക്കെ അവൾ താഴെ വരുന്നുണ്ട്. ഇപ്പോൾ പഠിച്ചു സൗ, ഇതിൽ കയറാനൊക്കെ പഠിച്ചു. ഇല്ലെങ്കിലും 1-2 തവണ ബിസ്മിയിലൊക്കെ പോയിട്ട് കയറിയിട്ട് ഇതിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതാ വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇനി വന്നിട്ട് എന്തായാലും എനിക്ക് കൂടി പോകണം. എന്നിട്ട് നമുക്ക് നേരെ മേലെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ മേലെ ലുലു കണക്റ്റിലൊക്കെ പോയിട്ട് എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ സൗവിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കട്ടെ കേട്ടോ. അവളെന്തായാലും വരുന്നുണ്ട്, തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചതോ എങ്ങനെയുണ്ട്, അടിപൊളിയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഗൈസ്. അടിപൊളിയാണ്. നേരെ കാണുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ മേലെ പോയിട്ട് കാണാം. അങ്ങനെ ഞാനും സൗവും മേലെ വന്നിട്ടാണ്. മേലെ ഇതിൽ തന്നെയാണ് വന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ മേലെ വന്നിട്ട് ഇവിടെയാണ് ധനവും ലച്ചുമൊക്കെ ഈ ഭാഗത്ത് അവിടെയും ഉണ്ട്. അപ്പോൾ അവനെ ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഗൈസ്. അവനെ കാണാനില്ല, അവർ അവിടെ പോയിട്ടുണ്ട്. എന്തായാലും താഴെയൊക്കെ കണ്ടില്ല ഗൈസ്, ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പാർക്കിംഗ് അവിടെ നിർത്തിയിട്ട് ഒരുപാട് പേര് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തെക്കാളും നല്ല തിരക്കാണ്. അതേ ഫസ്റ്റ് ഞായറാഴ്ചയാണ് കേട്ടോ നമ്മുടെ ലുലു മാൾ ഓപ്പൺ ആയിട്ട്. അത് മൺഡേ ആണ്, നമ്മൾ കഴിഞ്ഞ മൺഡേ ആണ് അത് ലുലു മാൾ ഓപ്പൺ ആയത്. അത് കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സൗവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് ടോപ്പ് ഉണ്ടാവണോ എന്തെങ്കിലും അവിടെ നിന്നെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ പോയി ഇരിക്കട്ടെ.
അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ ഫുഡ് കോർട്ട്. നമ്മൾ എവിടെ നിന്ന് എന്ത് വാങ്ങിയാലും ഇവിടെ വന്നിരുന്ന് കഴിക്കാം. ഞങ്ങൾ ഇന്ന് കഴിക്കുന്നത് ടോപ്പ് ഇൻ ടൗണിൽ നിന്ന് എന്തെങ്കിലും വടയോ അങ്ങനത്തെ എന്തെങ്കിലും ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അതൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനത്തെ കുടിക്കാൻ സമയം 10-11 മണി 11:30 ആയി. അപ്പോൾ എന്തായാലും ചായയോ കടിയോ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ഫുഡ് കോർട്ടിൽ വന്ന് സീറ്റ് പിടിച്ചു കേട്ടോ. അപ്പോൾ സൗ അവിടെ പോയിട്ട് അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവളത് വാങ്ങിയിട്ട് എന്താ വാങ്ങുകയെന്ന് അറിയില്ല. അപ്പോൾ ഉഴുന്നുവടയോ എന്തെങ്കിലും വാങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവൾ വന്നിട്ട് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള ഈ എന്താണ് കണ്ടില്ലേ, നമ്മളിവിടെ വന്ന് ഇരിക്കാത്ത മുമ്പ് തന്നെ ഇവർ വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് അപ്പം ക്ലീൻ ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരാൾ വന്ന് കഴിച്ചിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ വന്നിട്ട് ആ ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് അതിനകത്ത് ഉള്ളതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതൊരു അടിപൊളി സംഭവമാണ്. ഇന്ന് പ്രതീക്ഷിക്കാതെ തിരക്കാണ് ഗൈസ്. ഞങ്ങൾ നേരെ കാണുന്നത് ഫണ്ടൂര കുട്ടികളുടെ ഗെയിമിംഗ് സെക്ഷനാണ് ഫ്രണ്ടിൽ കാണുന്നത്. അത് നമ്മുടെ ഈ ഫുഡ് കോർട്ടിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളെല്ലാം പൂട്ടി ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ഈ 10 ദിവസത്തിൽ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ കഴിക്കാൻ പോണത് എന്താണ് സമൂസ അല്ല സൗ സോറി, ഇത് പഞ്ചാബി സമൂസ, പിന്നെ ഉഴുന്നുവട, പിന്നെ ചായ ഉണ്ട് കേട്ടോ. ചായയിൽ നമ്മൾ ഷുഗറൊക്കെ നമ്മൾ തന്നെ ആഡ് ചെയ്യണം, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ സോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഞങ്ങൾ ലുലു വന്നിട്ട് ജസ്റ്റ് ഇത് എത്ര രൂപയായി? ഇത് 100 രൂപ 95 രൂപ ആയിട്ടുള്ളൂ കേട്ടോ കേസ്. ഇത്രയും സംഭവത്തിന് നമ്മൾ വെളിയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല. എന്നാലും ലുലുവിൽ വന്നിട്ട് ഇച്ചിരി പൈസ കമ്മിയായിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കഴിക്കാം. പിന്നെ നമ്മൾ എന്തായാലും ഞങ്ങൾ ഷുഗർ ഇട്ടിട്ട് കലക്കാൻ പോകണ്ടൊക്കെ. ഷുഗർ ഇട്ട് കലക്കാൻ വേണ്ടി ഒരു കോലൊക്കെ ഉണ്ട് അല്ലേ? ഇനി ഇതിലും കൂടി കലക്കാം. പഞ്ചാബി സമൂസയും ഉഴുന്നുവട ചായ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു കമ്പ് കിട്ടും. നമുക്ക് അതിൽ ഷുഗറൊക്കെ ചേർത്തിട്ട് കഴിക്കാം. വേണ്ട, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഇവിടെ നമുക്ക് മൊമോസൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ മൊമോസ് കഴിച്ചിട്ടില്ല. എന്തായാലും ചായ കുടിച്ചതുകൊണ്ട് ഇനി അടുത്ത തവണ വരുമ്പോൾ എന്തായാലും മൊമോസ് ട്രൈ ചെയ്യണം. അപ്പോൾ ധനുവും ലക്ഷ്മിയാണ് വരേണ്ടത്. ഞങ്ങൾ കൂടിയിട്ടാട്ടോ വന്നത്. ധനു എങ്ങനെയുണ്ടായിരുന്നു? ലച്ചോ? സൺഡേ ഫുൾ തിരക്കാണ് അല്ലേ? നമുക്ക് താഴെ പോയിട്ട് ഫൈറ്റർ ഫിഷ് ഒന്ന് നോക്കിയിട്ട് പോകണം. അതിനാണ് ഞാൻ നോക്കാം. ധന അപ്പോൾ ഞങ്ങൾ ഫൈറ്റർ ഫിഷ് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കായത് കൊണ്ട് ഇന്ന് പിന്നീട് ഒരു ദിവസം വന്നിട്ട് നമ്മൾക്കത് വാങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങളപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ധനവും സൗവാണ് പോയിരിക്കുന്നത് വാങ്ങാൻ. ചോക്ലേറ്റ് ഇല്ല. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമുകളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ താഴേക്ക് പോകണ്ട. അപ്പോൾ ധനുവും ലച്ചുവും താഴെ പോയിട്ട് ഞങ്ങൾ വരുന്ന ഒരു വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ അതിൽ വരികയാണ്. ഞാൻ സൗവും കൂടിയിട്ട് എന്താ പറയുക, ഒരു നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് ഇതിൽ കയറുന്നത് കൊണ്ടാണ് ഈ എക്സൈറ്റ്മെൻറ്റ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകളും കൂടി ഇനി ഞങ്ങൾ ഇടുന്ന വീഡിയോയും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ബൈ ഗായ്സ്.
അങ്ങനെ ഞങ്ങൾ ലുലുവിൽ വന്നിട്ട് ഭയങ്കര തിരക്കാണ് ഗൈസ്. അപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ്. ഐസ്ക്രീമും ഓരോ സംഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വന്നാണ് ഗൈസ്. അടിപൊളി. ഗൈസ് അങ്ങനെ ഞങ്ങൾ ലുലുവിൽ വന്നിട്ട് തിരിച്ചു പോകണം. ഭയങ്കര തിരക്കാണത്തെ ഗൈസ്. അപ്പോൾ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത്രയും തിരക്കാണ് ഗൈസ്. റോഡൊക്കെ ഫുൾ തിരക്കാണ്.